കേരളത്തിൽ സജീവ പ്രചാരമേറുന്ന സീറോ ബജറ്റ് സ്പിരിച്വൽ ഫാമിങ്ങിൽ വളത്തിനു പകരം ജീവാമൃതമാണ് ഉപയോഗിക്കുന്നത്. മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്ന ജീവാമൃതത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് ഇനി കൃഷിഭൂമിയിൽ. നമ്മൾ ഘനജീവാമൃതം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ജീവാമൃതം തയ്യാറാക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് നാടൻ പശുവിൻ്റെ ചാണകം 10 കിലോ, നാടൻ പശുവിൻ്റെ ഗോമൂത്രം 5 മുതൽ 10 ലിറ്റർ വരെ, അതുപോലെ ഏതെങ്കിലും ഒരു പയറുവർഗത്തിൻ്റെ പൊടി 2 കിലോ, കറുത്ത നിറത്തിലുള്ള ശർക്കര 2 കിലോ, ഒരു പിടി വനത്തിലെ അല്ലെങ്കിൽ വരമ്പിലെ രാസവളം തട്ടിയിട്ടില്ലാത്ത ഒരു പിടി മണ്ണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ 200 ലിറ്റർ കൊള്ളുന്ന ഒരു പ്ലാസ്റ്റിക് ബാരൽ ആവശ്യമാണ്. അതുപോലെ തന്നെ 200 ലിറ്റർ വെള്ളം, അത് ക്ലോറിൻ ചേർത്തിട്ടില്ലാത്ത വെള്ളമാണ് ആവശ്യം. അപ്പോൾ ഈ നിലയിൽ ഈ സാധനങ്ങളെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചാണകം നന്നായി കൈകൊണ്ട് ഉടച്ച് ചേർത്ത് നമ്മൾ ഈ ബാരലിലേക്ക് ഒഴിക്കണം. അതിനുശേഷം ബാരലിലേക്ക് ഗോമൂത്രം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പയറുപൊടിയെ നന്നായി കൈകൊണ്ട് ഇളക്കി ചേർത്ത് പയറുപൊടി കലക്കി ചേർത്ത് അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ശർക്കര നന്നായിട്ട് കലക്കി ചേർത്ത് ഇതിൽ ബാരലിലേക്ക് ഒഴിക്കുക. ഒരു പിടി മണ്ണ് കൂടെ ഇട്ട് അതിൽ 200 ലിറ്റർ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളായി. ഇതിനെ ഘടികാര ദിശയിൽ വലത്തോട്ട് നന്നായിട്ട് ഇളക്കണം. ഏകദേശം 1 മിനിറ്റ് സമയം ഇത് നന്നായി ഇളക്കി വയ്ക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ചേരുവകൾ ചേർത്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ ബാരലിനെ ചണത്തിലുള്ള ചണച്ചാക്ക് കൊണ്ട് അതിനെ മൂടി വയ്ക്കുക. അങ്ങനെ നന്നായിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂർ ഇടവിട്ട്, ഓരോ 12 മണിക്കൂറും ഇടവിട്ട് നമ്മളിതിൻ്റെ മൂടി ഇളക്കിയിട്ട് വീണ്ടും നന്നായി ഇളക്കി വെക്കണം. അങ്ങനെ 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് അതിനകത്ത് ബാക്ടീരിയാസ് മൾട്ടിപ്ലൈ ചെയ്യും. നാടൻ പശുവിൻ്റെ ചാണകത്തിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നന്മ ചെയ്യുന്ന സൂക്ഷ്മ അണുക്കൾ ഓരോ ഗ്രാമിലും 300 കോടി മുതൽ 500 കോടി വരെ സൂക്ഷ്മാണുക്കൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നാടൻ പശുവിൻ്റെ ചാണകം തന്നെ ഉപയോഗിക്കണമെന്നുള്ളത്. ഇന്ന് നമ്മൾ പരക്കെ വളർത്തുന്ന ജേഴ്സി, ഹോൾസിൻ തുടങ്ങിയ പശുക്കളുടെ ചാണകത്തിൽ ഇത് 1 ഗ്രാമിൽ 75 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയയെ സപ്ലൈ ചെയ്യുന്നതിനുള്ള കഴിവ് ആ പശുക്കളുടെ ചാണകത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നാടൻ പശുവിൻ്റെ ചാണകം തന്നെ ഉപയോഗിക്കണം എന്ന് നമ്മൾ നിഷ്കർഷിക്കുന്നത്. ഇത് 48 മണിക്കൂർ ഇളക്കിയതിന് ശേഷം നമ്മൾ ചെടിയുടെ വളർച്ചയുടെ കാലാവധിക്കനുസരിച്ച്, ഇപ്പോൾ വളരെ കുറഞ്ഞ കാലാവധികളിലുള്ള ചെടികളാണെങ്കിൽ നമ്മൾ ഒരു 5 ഇരട്ടി മുതൽ 10 ഇരട്ടി വരെ അതിനെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെടികൾക്ക് തളിച്ചു കൊടുക്കുന്നത്. അതേസമയം റബ്ബർ പോലുള്ള വിളകൾക്ക്, വാഴ പോലുള്ള വിളകൾക്കൊക്കെ നമുക്ക് നേരിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ്.